ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ സ്ക്രീൻ കാസ്റ്റ് ലൈവ് എങ്ങനെയാണ് ഇടുന്നത്, അതിൽ പാമ്പിനെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, പാമ്പിൻ്റെ ഗ്രീൻ എങ്ങനെയാണ് മാറ്റുന്നത് എന്നൊക്കെ ഉള്ളതാണ്. ഇതേക്കുറിച്ച് പലരും സംശയമുണ്ട്. എനിക്കും നല്ല സംശയം ഉണ്ടായിരുന്നു. ചില വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കതങ്ങ് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഞാനിങ്ങനെ കുറച്ചൊക്കെ പഠിച്ച് പലരോടും ചോദിച്ചറിഞ്ഞൊക്കെ പഠിച്ച് അത്യാവശ്യം പഠിച്ച്, വലിയ പഠിപ്പല്ല, എനിക്കറിയാവുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ചിലരോടൊക്കെ ചോദിച്ചിരുന്നു, പക്ഷെ അവരൊന്നും വിട്ടിങ്ങ് പറഞ്ഞു തരത്തില്ല. അവരെല്ലാം നമുക്ക് ചിലപ്പോൾ ചില വീഡിയോ ഒക്കെ തരും, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പലരോടായിട്ട് ചോദിച്ചറിഞ്ഞു. പിന്നെ അതിനകത്തൊരു വാട്ടർ മാർക്കിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു നമ്മൾ എടുക്കുന്ന പാമ്പിനകത്ത്. അതിനെക്കുറിച്ചും ചിലരോട് ചോദിച്ചപ്പോൾ അത് പിന്നെ നോ കോപ്പിറൈറ്റ് എന്നുള്ളതിൽ നിന്ന് എടുത്താൽ കുഴപ്പമില്ല എന്നാണ് അറിഞ്ഞത്. രണ്ടുപേരോടും നമ്മുടെ യൂട്യൂബുമായിട്ട് ഉള്ള കാര്യങ്ങൾ പറയുന്ന രണ്ടുപേരോട് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞത്. പിന്നെ ചിലർ കുഴപ്പമുണ്ടെന്നും പറയുന്നു. അതായത് നമ്മുടെ ഒരു വീഡിയോയ്ക്കകത്തേക്ക് അവരുടെ ഒരു റിയാക്ഷൻ വീഡിയോ പോലെ എടുത്തിടുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ അത് വീണ്ടും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അത് പുതിയൊരു ചാനലിൽ മാത്രമാണ് ഞാനത് ചെയ്യുന്നത്. പഴയൊരു ചാനലിൽ 1-2 ഇട്ടിട്ടുണ്ട്, അതിനകത്ത് എനിക്ക് ഇടാൻ പേടിയാണ്. അതുകൊണ്ട് പുതിയ ചാനലിലാണ് ഞാൻ പരീക്ഷിക്കുന്നത്. ചിലർക്കൊക്കെ ഒത്തിരി വ്യൂസ് വരുന്നുണ്ട്. പാമ്പാണല്ലോ നമ്മുടെ താരം, അപ്പോൾ ആ പാമ്പിനെ എങ്ങനെ എടുക്കാമെന്നും ഗ്രീൻ എങ്ങനെ മാറ്റാമെന്നും എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഞാനൊന്ന് പറയുന്നത്. ചുരുക്കത്തിലാണ്, പക്ഷെ അത് വിശദമായിട്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം എടുക്കുമെങ്കിലും ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ പോലെ അറിവില്ലാത്തവർക്ക് കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. വലിയ വലിയ ആളുകൾ നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. എനിക്ക് അത്രയുള്ള അറിവുകളില്ല. എന്നാലും എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് ഞാൻ എന്നെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തിടുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഞാനത് പിന്നെ അറിയുന്നവരോട് ചോദിച്ചിട്ടോ അല്ല നമുക്ക് കൂടുതൽ അന്വേഷിച്ചൊക്കെ കണ്ടെത്താം. പിന്നെ യൂട്യൂബിൽ തന്നെയുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ നിന്ന് കണ്ടെത്താം. ഇങ്ങനെയൊക്കെയാണ് ഞാനും കുറച്ച് കണ്ടെത്തിയതും പിന്നെ പലരോട് ചോദിച്ച് ഉറപ്പുവരുത്തിയൊക്കെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇനി പാമ്പിനെ എടുക്കാനാണ് പോകുന്നത് കേട്ടോ. പാമ്പിനെ എടുക്കാൻ വേണ്ടി ഗൂഗിളിൽ കയറാം. ഗൂഗിളിൽ ഒന്ന് കയറി സെർച്ചിൽ നോക്കുമ്പം സ്നേക്ക് ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഫ്രീ ഡൗൺലോഡ്, നോ കോപ്പിറൈറ്റ്. സ്നേക്ക് ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഫ്രീ ഡൗൺലോഡ് ഇതെല്ലാം ഉണ്ട്. ഗ്രീൻ സ്ക്രീൻ സ്നേക്ക് നോ കോപ്പിറൈറ്റ്, അത് പക്ഷെങ്കിൽ പൈസ കൊടുത്തെടുക്കേണ്ടതാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ നോ കോപ്പിറൈറ്റിൽ ചെല്ലുമ്പോൾ നല്ല രീതിയിൽ എനിക്ക് പാമ്പിനെ കിട്ടുന്നില്ല, എരുമേനെയുള്ള പാമ്പിനെ കിട്ടുന്നില്ല ഇപ്പം. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഫ്രീ ഡൗൺലോഡിൽ നിന്ന് അങ്ങ് എടുക്കാം. നോ കോപ്പിറൈറ്റിൽ നിന്ന് എടുത്ത് നോക്കാം. ഇതിൽ എടുക്കുമ്പോൾ ഒരു വൃത്തിമേനെയുള്ളൊരു പാമ്പ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇതിനകത്ത് പല 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 പാമ്പുകളുണ്ട്. ഇതിൽ ഇപ്പം ഞാൻ പലതിനെയും ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് ഇനി അവർ ഡൗൺലോഡ് ഇവനെ അങ്ങ് എടുക്കാം. ഇവനെ കണ്ടിട്ട് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. പക്ഷേ ഇതത് പൈസ കൊടുക്കേണ്ടതാണ്. കോപ്പിറൈറ്റ് ഇല്ല, പക്ഷേ കാശ് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇതുകൊണ്ടോ 2070 കിടക്കുന്നുണ്ട്. 6 ഏതായാലും ഞാൻ ഇതെടുക്കുകയാണ്. പക്ഷേ ഇത് നിങ്ങളോട് ആദ്യം ഞാൻ പറയുന്നത്, കോപ്പിറൈറ്റ് ഉള്ള പാമ്പ് നിങ്ങൾ എടുത്തേക്കരുത്. ഞാനിത് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് കോപ്പിറൈറ്റ് ഇല്ല, നോ കോപ്പിറൈറ്റും ഫ്രീ ആയിട്ടുള്ളതും നിങ്ങൾ തന്നെ തപ്പി കണ്ടുപിടിക്കുക. പിന്നെ ഇതിപ്പോൾ കോപ്പിറൈറ്റ് ഇല്ല എന്നാണ് പറയുന്നത്, പക്ഷേ പൈസ കൊടുക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ഈ കാണുമ്പോണ്ടല്ലോ നോ കോപ്പിറൈറ്റ് എന്ന് നമ്മൾ എഴുതിയാൽ അതെല്ലാം നമ്മൾ അതിൻ്റെ താഴോട്ട് വരുന്നത് മുഴുവൻ കോപ്പിറൈറ്റ് ഇല്ലാത്തതാണെന്ന് വിചാരിക്കരുത്. ഭയങ്കര തട്ടിപ്പുണ്ട്. കാരണം ഞാൻ അങ്ങനെയാണെന്ന് ഓർത്ത് പോയി എടുത്തിട്ട് പിന്നെ നോക്കുമ്പോൾ അത് കോപ്പിറൈറ്റ് ഉള്ളതായിരിക്കും. അപ്പോൾ ഞാനത് കളയും. പിന്നെ പല പല വഴി കൂടെ തപ്പിയിട്ടാണ് നമ്മൾ അവിടുന്ന് ഇവിടുന്നെങ്കിലുമൊക്കെ ഓരോന്നിനെ കണ്ടുപിടിക്കുന്നത്. പിന്നെ യൂട്യൂബിൽ കയറിയിട്ട് എടുക്കാമെന്നാണ് പറഞ്ഞത്. ഞാൻ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല, കുറച്ച് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനി ചെയ്ത് പോകുന്നതിൻ്റെ ഒരു പടിയാണ്. പക്ഷേ ഇത് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഒത്തിരി പാടുപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ പാമ്പിനെ ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. ഡൗൺലോഡ് ഇതാ മുകളിൽ ഓപ്പൺ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഗാലറിയിലായേ. അപ്പോൾ ബാക്ക് ഇറങ്ങുക. ഇനി ഞാൻ പോകുന്നത് VN ആപ്പിലാണ്. ഞാൻ VN ആപ്പാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളൊക്കെ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക, അത് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ഉപയോഗിക്കുന്നത് ഏത് ആപ്പാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് ചെയ്യാനായിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പോയിട്ട് ഗൂഗിളിലൊന്ന് നിങ്ങൾ ചെയ്യുന്ന ആപ്പിൽ പരിശോധിച്ച് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ വേറെ ഏതെണ്ണം പുതിയത് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ എടുത്തു. ഇതെടുക്കുമ്പോൾ ഒരു വീഡിയോ വേണമല്ലോ.
ഇവിടെ ഒരു എടുത്ത വീഡിയോ കിടപ്പുണ്ട്, ആ വീഡിയോ കൊടുക്കുന്നു. ആ വീഡിയോയ്ക്കകത്ത് കുറച്ച് 20 സെക്കൻഡേ ഉള്ളൂ നമ്മുടെ പാമ്പ്. ഇത് വീഡിയോ കുറച്ച് വലുതാണ്. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് കുറച്ചങ്ങ് കട്ട് ചെയ്യാം. നമുക്കിവിടെ 20 സെക്കൻഡ് മാത്രമേ ആവശ്യമുള്ളൂ വീഡിയോ. പാമ്പ് 20 സെക്കൻഡേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അത് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളുക, നിങ്ങൾ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ടാപ്പ് ടു ആഡ് സ്റ്റിക്കർ വാറിട്ടിട്ട് പൈപ്പ് എന്ന് കാണുന്നുണ്ട്, PIP. അതാണ് പിന്നെ നമ്മൾ എടുക്കേണ്ടത്. അതെടുത്തിട്ട് സ്റ്റിക്കറൊന്നും ഇതുണ്ടോ ഫോട്ടോ ഒന്നും വരും, അത് ഗാലറിയിലോട്ട് പോകാനാണ്, ഫോട്ടോയാണ് നമ്മൾ എടുക്കേണ്ടത്. ഗാലറി പോയി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാമ്പിനെ എടുക്കുക. ഇത് ഫ്രീ അല്ല എന്ന് ഓർത്തോണേ, ഇത് തന്നെ പോയി നിങ്ങൾ എടുക്കരുത്. ആദ്യം ഞാൻ പറഞ്ഞത് ഓർമ്മ വേണം കേട്ടോ. ഈ പാമ്പിനെ ഒന്ന് സെറ്റാക്കാം, ഒന്ന് ചെരിഞ്ഞൊക്കെ കിടക്കട്ടല്ലേ. ഇപ്പോൾ ഈ തൽക്കാലം ഇതിൻ്റെ പുറകിലായിട്ട് ഞാൻ വെക്കുകയാണ്. പിന്നെ നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ഓരോന്നും ചെയ്തോണം കേട്ടോ. എല്ലാവരും നല്ല അതിവിദഗ്ധരാണല്ലോ, നല്ല ഐഡിയാസൊക്കെ ഉള്ളവരാണ് എന്തായാലും ഈ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നതെന്ന് അറിയാം. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളുടെ ചെയ്തോളുക. ഇപ്പം ഞാനിതിനെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ താഴെ ഇത് കണ്ടോ, ക്രോമ എന്നാണ് ഇതിനകത്തുള്ളത്. മറ്റുള്ളതിനകത്തൊക്കെ എന്താണെന്നറിയില്ല. എന്തായാലും ഈ തലയും കുത്തും ഒക്കെ ഉള്ളതാണ്. ഇതെടുത്ത് ഇതിനെ ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് നീക്കിയിടുക. ഇത് മാറ്റിയിട്ട് നമ്മൾ നോക്കുക കേട്ടോ. ഇതിങ്ങനെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം. ഇത് കണ്ടോ, ഇതിങ്ങനെ അടുപ്പിച്ച് വരുമ്പോഴത്തേനും അതിൻ്റെ തെളിഞ്ഞ് വരുന്നുണ്ട്, അതിൻ്റെ എന്താണ് വാട്ടർമാർക്ക്. ഇതിപ്പോൾ 100-ലിട്ടാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതും ബ്രൈറ്റ്നെസ് ആണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇത് കുറച്ച് അങ്ങോട്ടും അത് വലിയ കാര്യമായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇത് ഇപ്പം ഇത്രയും ചെയ്ത് വെച്ചപ്പോൾ ഇവിടെ ടിക്ക് ഉണ്ടല്ലോ, ഈ ടിക്കിൽ കൊടുക്കുക. അപ്പോൾ അതങ്ങ് പോയേ. ഇനി ഇതിനെ നമ്മളുടെ ഇഷ്ടാനുസരണം വെച്ചിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഇനി ഇവനെ ഇങ്ങോട്ട് അടുപ്പിക്കണമെങ്കിൽ അടുപ്പിച്ച് കൊടുക്കാം, ഇതിനെ വലുതാക്കണമെങ്കിൽ ഇങ്ങനെ വലിച്ച് വലുതാക്കാം, ഒക്കെ ചെയ്യാം. എന്നിട്ട് ഈ വലിയ സ്ക്രീനൊന്ന് വലുതാക്കിയിട്ടിട്ട് ഓടിച്ച് നോക്കുക. അപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടി അടുപ്പിച്ച് അങ്ങോട്ട് വെക്കണമെങ്കിലും വയ്ക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തോളുക. പിന്നെ ഈ പാമ്പ് ഗ്രീൻ സ്ക്രീൻ ഉള്ളത് തന്നെ ആയിരിക്കണം, കോപ്പിറൈറ്റ് ഇല്ലാത്തതായിരിക്കണം. പിന്നെ നമ്മൾ മാക്സിമം യൂട്യൂബിൽ നിന്ന് തന്നെ എടുക്കാനാണ് പറയുന്നത്. അതിൽ ഏതൊക്കെയോ ആപ്പുകളിൽ കൂടിയൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കാതെയും മാക്സിമം എടുക്കണമല്ലോ. ഇതെല്ലാം നോക്കുക കേട്ടോ. ശരി, അപ്പോൾ 20 സെക്കൻഡിൻ്റെ ഉള്ള തന്നെയായിട്ട് വീഡിയോയും പാമ്പ് അത്രയേ ഉള്ളൂ. ഞാൻ തിരിഞ്ഞ് നോക്കുന്നുണ്ട് അതിനകത്തെ പാമ്പിനെ നോക്കി ആസ്വദിച്ച് നിൽക്കുന്നു. ഒക്കെ പോട്ടെ, ശരി. അപ്പോൾ ഇതിപ്പം നമുക്ക് സെറ്റായേ. ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ. ഇനി ഇതിനെ നമുക്ക് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം. എക്സ്പോർട്ട് കൊടുത്തു. അപ്പോൾ അത് ഡണ്ണായേ. ഇനി നമുക്ക് ബാക്ക് ഇറങ്ങാം. ഇനി പോകേണ്ടത് പ്ലേ ഇറ്റ് എന്ന് പറയുന്ന ഒരു ഒരു ആപ്പിലോട്ടാണ് കേട്ടോ. പ്ലേ ഇറ്റ്, ഞാനിതാണ് ഉപയോഗിക്കുന്നത്. പ്ലേ ഇറ്റ്, PLAYIT. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തുറന്നു വരട്ടെ. ഇവിടെ ഒരു സംഭവം കാണാം, ആ പരസ്യം വന്നിട്ടുണ്ട്, അതിനെ കളയണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ എടുക്കുന്നു, നമ്മൾ സെറ്റ് ചെയ്ത വീഡിയോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ 3 ഡോട്ട് വരുന്നുണ്ട്. അതിന് ലൂപ്പ് എന്ന് പറയുന്നതിലേക്ക് മാറ്റിയിടണം. ലൂപ്പിലിട്ടിട്ട് ഒന്നിലോട്ട് ഇടണം. അപ്പോൾ റിപ്പീറ്റ് അടിക്കാനായിട്ട് കേട്ടോ. റിപ്പീറ്റ് വരും. ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ അതങ്ങ് സ്ക്രീൻ മാറും. അപ്പോൾ ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഈ സൗണ്ട് കളയാനുള്ളതാണ്. കളയണമെങ്കിൽ കളയാം, കളയണ്ടെങ്കിൽ കളയണ്ട, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇതുമായി ഇനി നമുക്ക് ബാക്ക് ഇറങ്ങണം. ബാക്ക് ഇറങ്ങിയിട്ട് ഇനി പോകേണ്ടത് നമ്മൾക്ക് യൂട്യൂബിലേക്കാണ്. ഇറങ്ങിപ്പോന്നു. ഇനി നേരെ യൂട്യൂബിലേക്ക് പോവുക. യൂട്യൂബിൽ കയറി നമ്മൾ സാധാരണ ലൈവ് എടുക്കാൻ പോകുന്ന പോലെ തന്നെ എടുക്കുക.
ഇനി നമ്മുടെ ഒരു തമ്പനയിൽ കൊടുക്കണ്ടേ? അതിന് തന്നെ അങ്ങ് തമ്പനയിൽ കൊടുക്കാം. എന്താണ് തമ്പനയിൽ കൊടുക്കുക ഇവിടെ? അയ്യോ, ഇപ്പോൾ തമ്പനയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ തമ്പനയിലിന് അപ്പോൾ തൽക്കാലം ഇതങ്ങ് ഇടാം. ഞാനിത് ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾ എന്താ വെച്ചാൽ ഇട്ടോളുക കേട്ടോ. ഇവിടെ വേണമെങ്കിൽ ഒരു പാമ്പിനെ ഇട്ട് അവിടെ ഇടാം അല്ലേ തൽക്കാലം. ഇനി ചെയ്യാനുള്ളത് എന്താ അവിടെ എഴുതണ്ടതെന്ന് വെച്ചാൽ എഴുതുക. അയ്യോ പാമ്പെന്നോ, പാമ്പ് ഓടിക്കുമെന്നോ, അയ്യോ പാമ്പ് എന്ന് തൽക്കാലം എഴുതാം കേട്ടോ. എന്നിട്ട് പേടിച്ചിരിക്കുന്ന ഒരു സ്റ്റിക്കറൊക്കെ ഇടുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കേട്ടോ. നിങ്ങൾക്ക് നല്ല ഐഡിയകളുണ്ടാവും, അപ്പോൾ അതനുസരിച്ചിട്ട് ഇടുക. ഇനി ഇവിടെ ഞാൻ സ്നേക്ക് ലൈവ് SNAK അത്രയില്ല, സ്നേക്ക് തന്നെയല്ലേ? അത് നിങ്ങൾ സ്പെല്ലിംഗ് ഒക്കെ ശരിയാക്കിക്കോണം, അല്ലെങ്കിൽ തന്നെ സോറി അവിടെ സ്പേസ് വേണ്ടല്ലോ. എവിടെ സ്നേക്ക് ലൈവ്, പിന്നെ സ്ക്രീൻ കാസ്റ്റ് SSCREEN സ്ക്രീൻ കാസ്റ്റ്. പിന്നെ വേറെ എന്തെങ്കിലും ഇടണമെങ്കിൽ ഇടാം, ലൈവ് സ്ട്രീമോ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് ഇതിനെ ഇങ്ങ് കോപ്പി ചെയ്തെടുക്കാം കേട്ടോ. ഞാനങ്ങനെ ഇങ്ങ് കോപ്പി ചെയ്തെടുത്തേക്കും. എന്നിട്ട് സെലക്ട് ഓഡിയൻസ്, പബ്ലിക് ആണല്ലോ, അത് പബ്ലിക്കായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെ എടുത്തത് ഞാൻ അങ്ങോട്ട് പേസ്റ്റ് ചെയ്തേ. പിന്നെ ഈ ലൊക്കേഷനൊന്നും വേണ്ടായിരിക്കും. പിന്നെ ചെയ്യേണ്ടത് സ്ക്രീൻ കാസ്റ്റ്. ഇനി പിന്നെ ഇത് എവിടെ എന്താ ഇത് വരാതെ? ഞാൻ സേവ് ചെയ്തില്ലയോ? അത് ഞാനിപ്പം തമ്പനിയിൽ ഇങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. എന്തെങ്കിലും നിങ്ങളിട്ട്, ഞാൻ തമ്പനിയിൽ എടുത്ത് വെക്കാൻ മറന്നു പോയതുകൊണ്ടാണ്. അപ്പോൾ പാമ്പുമായിട്ട് ബന്ധപ്പെട്ടതോ അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ എടുക്കുക കേട്ടോ. ഞാൻ എന്തായാലും എടുക്കുന്ന വീഡിയോയ്ക്കുള്ളിൽ നിന്നായിരിക്കും എന്തെങ്കിലും ഒരു പോർഷനാണ് ഞാൻ ഇടാറ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ, ലൊക്കേഷൻ്റെ താഴെ സ്ക്രീൻ കാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടോ കിടക്കുന്നത്, അത് ഓപ്പൺ ആക്കുക. സ്ക്രീൻ കാസ്റ്റ് അത് ഓപ്പൺ ആക്കിയ ശേഷം നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഗോട്ടിട്ട് വരും. അതിനുശേഷം സ്റ്റാർട്ട് നൗ വന്നു. സ്റ്റാർട്ട് നൗ വരുമ്പോൾ ഇതാ ഈ മുകളിൽ കാണുന്നുണ്ടോ വീഡിയോ, അത് ഓഫാക്കുക. ഓഡിയോ ഓഫാക്കുക. ഇത് കമൻ്റാണ്, അത് ഓഫാക്കി. അതിനുശേഷം ഇതാ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സ് എടുത്തിട്ട് ഇങ്ങോട്ട് ചെറുതാക്കുക. അപ്പം നമ്മുടെ ഈ DPയിൽ അത് ചെറുതായിക്കോളുവേ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പ്ലേറ്റിൽ നമ്മൾ വീഡിയോ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് തുറക്കണം. ഓണായി വന്നു. തുറന്ന് വന്നതിനകത്ത് നമ്മൾ സെറ്റാക്കിയ വീഡിയോ ഉണ്ട്. അതിവിടെ ഇതായിരിക്കും. സെറ്റാക്കിയ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഒന്ന് നോക്കാം, റിപ്പീറ്റ് അടിച്ച് നോക്കാം. റിപ്പീറ്റ് ആണോ എന്നൊന്നും കൂടി നോക്കാം. റിപ്പീറ്റാണ്, നമ്മളങ്ങനെയാണ് ആദ്യം സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഒന്നും കൂടി നോക്കിയാൽ മതി. അപ്പം തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, വീണ്ടും വന്നു. അപ്പോൾ റിപ്പീറ്റാണ് കേട്ടോ. ഇനി നമ്മൾ ബാക്ക് പോകാമേ. നമ്മുടെ DPയിൽ ഒന്ന് തൊടുക. അപ്പോൾ ഇത് ഗോ ലൈവ് എന്നുള്ളത് വന്നു. ഇനി ഈ നമ്മൾ ലൈവ് പോവുകയാണെങ്കിൽ ഈ ഗോ ലൈവിൽ പോവുക. നമ്മൾ അഥവാ പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ പ്രൈവറ്റ് ആക്കി വെച്ചിട്ട്, അല്ല അൺലിസ്റ്റഡ് ഇട്ടുകൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. ഗോ ലൈവ് ഞാനിപ്പോൾ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് ഇതെവിടെ ഇത് ഇത്രയും ചെയ്തിരിക്കുന്നത് ഞാൻ വേറെ വീഡിയോ എടുത്തിരിക്കുകയാണ് കേട്ടോ. വേറെ ഫോണിൽ വെച്ചിട്ട്, അല്ലാതെ കിട്ടുന്നില്ല, എന്തുകൊണ്ടോ ഇത് കാണിക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ ലൈവ് പോയിട്ട്
പിന്നെ ലൈവ് നിർത്താൻ വേണ്ടി പോകുന്ന സമയം വീണ്ടും നമ്മുടെ ഡി പിയിലൊന്ന് തൊടണം. അപ്പോൾ ആ ഗോ ലൈവിൻ്റെ മുകളിൽ കണ്ട ഒരു ഇൻറ്റു അത് നമുക്ക് കാണും. അത് ഈ ഡി പി തൊട്ടാൽ മാത്രമേ കാണുള്ളൂ കേട്ടോ. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും കുറേ അവിടെ ഇവിടെയൊക്കെ ഇട്ട് കുത്തി സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഇൻറ്റു കാണാഞ്ഞിട്ട്, അതുകൊണ്ടാണ് അതും കൂടി ഞാൻ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ടാണ് കേട്ടോ ആദ്യം സെറ്റ് ചെയ്ത വീഡിയോ അല്ല ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതൊന്നും വിഷയമല്ല. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. നിങ്ങളെല്ലാവരും എല്ലാം ഇതുപോലെ നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻ്റായിട്ട് എല്ലാം രേഖപ്പെടുത്തുക കേട്ടോ. പിന്നെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കമൻറ്റിലിടുക. എനിക്കറിയാവുന്ന വല്ലതാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ആ വേറെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചറിയാം. അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും കൂടെ കൂട്ടായിട്ട് എങ്ങനെ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ ശരി, നിങ്ങൾ ചെയ്ത് നോക്കുക, ശ്രമിക്കുക. പുതിയ ചാനലിലൊക്കെ ചെയ്യുക. പഴയ ചാനലിൽ കൂടെ ഉള്ളവർ, നല്ല സബ്ബൊക്കെ ഉള്ളവരൊന്നും ചെയ്യാൻ പോവണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അറിയില്ല, കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ ശരി, ഇത് സ്ക്രീൻ കാസ്റ്റിൽ വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് എടുത്തിട്ട് ചെയ്യാം. വീഡിയോസ്, നമ്മുടെ സ്വന്തം വീഡിയോ, കുക്കിങ്ങിൻ്റെയോ എന്താ നമുക്ക് ഇടാമല്ലോ. പിന്നെ പാമ്പ് തന്നെ വേണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പിന്നെ പാമ്പിടുന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ ശരി, എല്ലാവർക്കും ടാറ്റാ.